Nairu. Wait, Nairu edale. Nairu, come on. Dairikano Nairu. Okay, ende Nairu unde school bag il endakku vekkanono innate video. Pashe ഞാനല്ല വീഡിയോ എടുക്കണം, എൻ്റെ ഉമ്മയുടെ വീഡിയോ എടുക്കണം. ഋതുട്ടി പറഞ്ഞതുപോലെ തന്നെ നയറയുടെ ബാഗിലും ഹൃദയയുടെ ബാഗിലും എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വീഡിയോ ആണിത്. നയറയുടെ ബാഗിൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് തന്നെ ഫസ്റ്റ് ഡേ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു 2-3 ബുക്സ് കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് കവർ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു കളറിലെ കവർ പേപ്പർ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ബ്രൗൺ കളറിലെ കവർ പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രാവശ്യം ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി മാറ്റിയതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കവർ ചെയ്തപ്പോൾ. ബുക്സൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലത്തെ സിമ്പിൾ നെയിം സ്ലിപ്പാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത്. നല്ല ഗോൾഡൻ ബോർഡറൊക്കെ വരുന്ന സിമ്പിളായിട്ടുള്ളൊരു നെയിം സ്ലിപ്പാണ്. അങ്ങനെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി കൊടുക്കുകയാണ്. പക്ഷേ 2 കളേഴ്സിലാണ് കേട്ടോ ബുക്സൊക്കെ കവർ ചെയ്തെടുത്തത്. ടെക്സ്റ്റ് ബുക്കെല്ലാം ഒരു കളറും നോട്ട്ബുക്കൊക്കെ ഒരു കളറും, അങ്ങനെയാണ് കവർ ചെയ്തെടുത്തത്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് പേപ്പറിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് എന്തിനെന്ന് വെച്ചാൽ നയറ എന്തൊക്കെ ഐറ്റംസാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് അതിലെല്ലാം നമ്മൾ പേരെഴുതി സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആവശ്യമുള്ള പേപ്പർ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നയറയുടെ പേരും നയറ ഏത് ക്ലാസ്സിലാണോ ആ പേരും അങ്ങ് എഴുതി കൊടുക്കുകയാണ്. എഴുതിയ പേപ്പർ പീസിനൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഹൃദയയുടെ ബാഗിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഹൃദയയുടെ ബാഗ്. ഈ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും. ഈ ബാഗിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ബാഗ് വരുന്നത് കംപ്ലീറ്റ്ലി സിബ്ബായിട്ടാണ്. അപ്പോൾ സിബ്ബ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. സിബ്ബിനായാലും നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര കാലം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒരു വെറൈറ്റി മോഡൽ കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു പർപ്പിൾ ബ്ലൂ പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബാഗാണ്. മെർമെയ്ഡ് തീമിലാണ് കേട്ടോ വരുന്നത്. ഇത് ഈ ബാഗിൽ 2 റോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബോട്ടിൽ വെക്കേണ്ട ഒരു റോയും. പിന്നെ നമുക്ക് ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ ഒരു ലോക്ക് വരുന്നുണ്ട്. അപ്പം ഈ സിബ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റോയേ ഉള്ളൂ എങ്കിലും ഈ ബാഗിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഹൃദയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ 2 റോയിലും വെക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരു റഫ് നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ 12 o'clock വരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു റഫ് നോട്ട് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ടൈം ടേബിൾ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരു പൗച്ച് വെക്കുന്നുണ്ട്. ആ പൗച്ചിലേക്ക് ഒരു പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അപ്സരയുടെ ഒരു 3 പെൻസിലും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഷാർപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് 5th അപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ വെച്ച് കൊടുക്കുന്നതാണ്.
ഇനി അടുത്തൊരു സ്കെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്കെയിലിൽ ഒരു ബ്ലൂ കളറിലെ ഗ്ലിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വാട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഇത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുള്ളൊരു ടൈപ്പ് സ്കെയിലാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ഇറേസർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഷാർപ്നർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസാണ് കേട്ടോ പൗച്ചിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിത കുറച്ച് കീ ചെയിൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കീ ചെയിൻ, ഒരു യൂണിക്കോണിൻ്റെ ഒരു കീ ചെയിൻ പൗച്ചിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൗച്ചിനെയും ഈ ഒരു റോയിലാണ് വെക്കുന്നത്, കാരണം വേറെ ബുക്സ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ വെച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് ഈ ഒരു റോ ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റോയിൽ കളേഴ്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ക്രയോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെൻസിൽ കളർ വെക്കുന്നുണ്ട്, പിന്നെ ഒരു സ്കെച്ച് കളറും വെക്കുന്നുണ്ട്. ഇതിലൊക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും കാണുന്നതാണല്ലോ, അപ്പോൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ നെയിംസും എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റോയിൽ ഒരു ഫേസ് ടവൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാഗിൻ്റെ സൈഡിലായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുക്കാം. ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ, റിത എന്നൊക്കെ പേര് എഴുതിയിട്ടുള്ളത്. ഇത് ബാഗിൻ്റെ അതേ കളർ തീമിലാണ് വരുന്നത്. സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. അറ്റ് ലാസ്റ്റ് ഒരു കീ ചെയിനും കൂടി ബാഗിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗേളിൻ്റെ ഒരു കീ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് റിത ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നൈറയുടെ ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതാണ് കേട്ടോ നൈറയുടെ ബാഗ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ബാഗാണ്. ഇവർക്ക് ബുക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബാഗിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റൊക്കെ കത്തുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ബാഗാണ്. അപ്പോൾ ബാഗിൽ ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നൈറയുടെ എല്ലാ ഐറ്റംസിലും പേര് എഴുതണമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം അതിലൊക്കെ പേരൊന്ന് എഴുതി വെക്കാം. അപ്പോൾ ആദ്യം നൈറയുടെ ലഞ്ച് ബാഗാണ് എടുത്തിരിക്കുന്നത്. അതിലും നമുക്ക് നൈറ എന്ന് എഴുതിയ പേര്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസില്ലേ, ആ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ തന്നെ നൈറയുടെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സിലും എല്ലാം നമ്മൾ ഇതുപോലെ പേരെഴുതി സ്റ്റിക്ക് ചെയ്യണം. ലഞ്ച് ബോക്സിലൊക്കെ പേരൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ചപ്പൽ എടുത്തിട്ടുണ്ട്. ഈ ചപ്പൽ എന്ന് പറയുന്നത് നൈറയ്ക്ക് സ്കൂളിൽ യൂറിനൊക്കെ പാസ് ചെയ്യാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ചപ്പലാണ്. അപ്പോൾ ഈ ചപ്പലിൽ മാർക്കർ വെച്ച് പേരെഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് സിപ്ലോ കവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറാണ് കേട്ടോ. അപ്പോൾ ഈ കവറിലും പേര് എഴുതിയതിന് ശേഷം ഈ ചപ്പൽ നമുക്ക് ഈ കവറിൽ വെച്ച് കൊടുക്കാം. ചേട്ടൻ എടുത്തിരിക്കുന്ന ഒരു ബെഡ് ടവലാണ്. ഇവർക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് സ്ലീപ്പിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ബെഡിൻ്റെ മുകളിലായിട്ട് വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവലാണ്. അപ്പോൾ ഈ ടവലിലും പേര് എഴുതണം. പേരൊക്കെ എഴുതി നന്നായിട്ട് മടക്കി ഇതും ഒരു സിപ്ലോ കവറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നൈറയുടെ ബാഗിൽ വെക്കുന്നത് ഒരു പെയർ ഡ്രസ്സാണ്. കൊച്ചുമക്കളല്ലേ, അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ ഡ്രസ്സിൽ വീണാൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഡ്രസ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസാണ് നൈറയുടെ ബാഗിൽ വെക്കേണ്ടത്. ഈ ഒരു കുഞ്ഞു ബാഗിൽ ഇത്രയും ഐറ്റംസ് കൊള്ളുമോ നമുക്കൊന്ന് നോക്കാം.
പിന്നെ ഫസ്റ്റ് ഡേ മാത്രമേ ഇത്രയും ഐറ്റംസ് കാണത്തുള്ളൂ, കാരണം ബെഡ് ടവലും ചപ്പലൊക്കെ അവിടെ കളക്ട് ചെയ്ത് വെക്കും. പിന്നെ ഒരു പെയർ ഡ്രസ്സ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഈ ബാഗ് കറക്റ്റാണ്. നമ്മൾ വലിയ ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് യൂസ് ചെയ്യാനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാനൊരു ഫേസ് ടവൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാഗിൽ എല്ലാ ഐറ്റംസും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആൾ ചെറുതാണെങ്കിലും ബാഗിൽ നല്ല സ്പേസ് ഉണ്ട്. എന്നിട്ട് പോലും ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് പോലും ബാഗ് അങ്ങ് തള്ളി നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കീ ചെയിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2 മക്കളുടെ ബാഗിലും ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്ന ഐറ്റംസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്